സ്നേഹമുള്ളവരെ, സാമ്പാളിന്റെ ഈ മണ്ണിൽ ദിവ്യ തേജസ്സായി തെളിഞ്ഞു നിൽക്കുന്ന വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ വേണ്ട നടപടികളിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന റവറൻഡ് ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയെ കുറിച്ച് ഈ അവസരത്തിൽ ഏതാനും ചില കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. 1680 ഇറ്റലിയിലെ വെനീസ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ഭൂജാതനായത്. പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹം തൻ്റെ 18ാമത്തെ വയസ്സിൽ ഈശോ സഭയിൽ ചേരുകയും ഫ്രാൻസിസിന്റെ പ്രത്യേകമായ ചൈതന്യം സ്വായത്തമാക്കി പാവപ്പെട്ടവരുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തന്നെ സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം 1710 തന്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഗോവയിൽ എത്തിച്ചേരുകയും ഒരു വർഷത്തിന് ശേഷം 1711 സമ്പാളൂർ ഈശോസഭ പ്രവർത്തകരുടെ ആ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരികയും ഇവിടെയുണ്ടായിരുന്ന സെന്റ് പോൾസ് സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചത് സമ്പാളൂർ അമ്പഴക്കാടുള്ള ഈ സെന്റ് പോൾസ് പരിശീലന കേന്ദ്രത്തിലാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ദൈവികമായ കാര്യങ്ങളിൽ താല്പര്യമെടുത്ത് പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കുക മാത്രമല്ല, വിവിധ ഭാഷകളില് അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. അദ്ദേഹത്തോട് മധുര മിഷനിൽ തമിഴ്നാട്ടിൽ പോയി പ്രവർത്തിക്കുവാനാണ് അദ്ദേഹത്തിന്റെ അധികാരികൾ ആഹ്വാനം ചെയ്തത്. തൽഫലമായി അദ്ദേഹം മധുരയിലേക്ക് യാത്രയാവുകയും തമിഴ് ഭാഷ അദ്ദേഹം കരഗതമാക്കുകയും ചെയ്തു. മാത്രമല്ല, തമിഴ് ഭാഷയിലെ അഗ്രഗണ്യനായി അദ്ദേഹം മാറുകയും ഒത്തിരിയേറെ സാഹിത്യ കൃതികള് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആദ്യമായി വിശുദ്ധ ഗ്രന്ഥം തമിഴ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി. കൂടാതെ തൊമ്പാവനി എന്ന ഒരു വലിയ മഹാ സാഹിത്യകൃതി അദ്ദേഹം രചിക്കുകയുണ്ടായി. 3 വാല്യങ്ങളുള്ള ഈ ബൃഹത് ഗ്രന്ഥം ഇന്നും സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ പാവനമായി സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയത്തില് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇദ്ദേഹം രചിച്ച ഈ മഹാകൃതി തമിഴ്നാട്ടിലെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പാഠ്യ വിഷയമായി ഇന്ന് മാറിയിട്ടുണ്ട്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് തൊമ്പാവനി എന്ന ഈ മഹാകാവ്യം. അതേപോലെ പരിശുദ്ധ അമ്മയെ കുറിച്ചും അദ്ദേഹം ഒത്തിരിയേറെ തമിഴ് ഭാഷയില് ഒത്തിരിയേറെ കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് ഒത്തിരിയേറെ മക്കൾക്ക് വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് പ്രേക്ഷിത പ്രവർത്തനം സാധ്യമായി. അതിനേക്കാൾ അപ്പുറത്ത് തമിഴ്നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി സാഹിത്യ മേഖലയില് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. തമിഴ് ഭാഷയിലേക്കുള്ള നിഘണ്ടു അദ്ദേഹം രചിക്കുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം ബസ്കി എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് ഭാരതവൽക്കരിച്ചുകൊണ്ട് വീരമാ മുനിയാർ എന്ന നാമധേയം സ്വീകരിച്ചു. ഇന്ന് തമിഴ്നാട്ടിന്റെ എഴുത്തച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ 35 വർഷത്തോളം അദ്ദേഹം തമിഴ്നാട് മധുര മിഷനില് സേവനം ചെയ്യുകയും 1746 ഈശോസഭ അധികാരികൾ ഫാദർ ജോസഫ് കോൺസ്റ്റന്റൈൻ ബസ്കിയെ സമ്പാളൂരിലുള്ള സെന്റ് പോൾസ് സെമിനാരിയിലേക്ക് തിരിച്ചു വിളിക്കുകയും ഇവിടുത്തെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അസോസിയേറ്റ് പ്രൊഫസറായി അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. 1 വർഷക്കാലം അദ്ദേഹം സെന്റ് പോൾസ് സെമിനാരിയിൽ പഠിപ്പിക്കുകയും വൈദിക വിദ്യാർത്ഥികൾ പരിശീലിപ്പിക്കുകയും ചെയ്തു. 1747 ഫെബ്രുവരി
4-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ സമ്പാളൂർ സെമിത്തേരിയിലാണ് അടക്കം ചെയ്തിരിക്കുക. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ശവകുടീരത്തെങ്കിൽ വന്ന് അപാലവൃത ജനങ്ങളും പ്രാർത്ഥനാ നിരതരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഫാദർ ജോസഫ് കോൺസ്റ്റന്റിനോസ്കിയെ അടക്കിയിരിക്കുന്ന ഈ സമ്പാളൂർ സെമിത്തേരിയിലെ ഈ ശവകുടീരത്തിലേക്ക് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ തേടുവാനും നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സമ്പാളൂരിലേക്ക് ക്ഷണിക്കുന്നു.